വിസ റദ്ദാക്കിയതായും രാജ്യം വിട്ടു പോകണമെന്നും വിദേശ വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ സന്ദേശം. അനധികൃതമായി അമേരിക്കയിൽ തുടർന്നാൽ തടവും പിഴയും നാടുകടത്തലും ശിക്ഷയെന്ന അറിയിപ്പുമായി ട്രംപ് വന്നിരിക്കുന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വരുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന F1 വിസ റദ്ദാക്കിയതായും രാജ്യം വിട്ടു പോകണം എന്നതുമാണ് സന്ദേശത്തിലുള്ളത്. ക്യാമ്പസുകളിൽ പ്രതിഷേധ പരിപാടികളിലും മറ്റും പങ്കെടുത്തവർക്കാണ് സന്ദേശങ്ങൾ മുഴുവനും അയച്ചിരിക്കുന്നതും. അതേസമയം പ്രതിഷേധ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കാതെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ലൈക്ക് ചെയ്തവരെയും ദേശവിരുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവരെയുമൊക്കെ ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നതായി ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ഇമെയിൽ വഴി അറിയിപ്പ് കിട്ടിയവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് ഇമിഗ്രേഷൻ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കിട്ടിയ വിവരം വിശദമാക്കുന്നത്. അമേരിക്കയിൽ പഠനം നടത്തുന്ന 11 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളിൽ 3.31 ലക്ഷത്തിലധികം പേർ ഇന്ത്യൻ പൗരന്മാരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എത്ര പേരുടെ വിസയാണ് റദ്ദാക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് തയ്യാറായിരുന്നില്ല. എങ്കിലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്ന പക്ഷം അപ്പോൾ തന്നെ നടപടിയെടുക്കുകയാണെന്നും ഉത്തരവിൽ താൻ ഒപ്പുവെച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് വിശദമായി പറഞ്ഞിരുന്നു. ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നവരെ കണ്ടെത്താനും വിസ റദ്ദാക്കാനും ലക്ഷ്യമിട്ട് AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ക്യാച്ച് ആൻഡ് റിവോക്ക് എന്ന ആപ്പ് US അധികൃതർ രംഗത്തിറക്കിയിരുന്നു. പുതിയ വിസകൾക്കായുള്ള അപേക്ഷയിന്മേലും ഇത്തരത്തിൽ കർശനമായ പരിശോധനകൾ നടത്തിവരുന്നുണ്ട്. അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ 22I പ്രകാരം വിസ റദ്ദാക്കുമെന്നാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. അനധികൃതമായി രാജ്യത്ത് തുടർന്നാൽ തടവും പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് കാരണമാകുമെന്നും അറിയിപ്പിൽ പറയുന്നു.